എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമുക്ക് നോക്കാനുള്ളത് 11ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു തന്നു ആചാര്യസ്വാമികൾ, ജ്ഞാനസമ്പാദനത്തിന് വിചാരം മാത്രമാണ് വഴി, വിചാരം മാത്രമാണ് ഒരു സാധന, വേറെ ഒരു മാർഗവും ഇല്ല ജ്ഞാനസമ്പാദനത്തിന് എന്ന് പറഞ്ഞു. വിചാരം ചെയ്യണം എന്ന് നമുക്ക് കേൾക്കാം ധാരാളം. അപ്പൊ എന്താണ് വിചാരം ചെയ്യൽ? എന്താണ് വിചാരം ചെയ്യൽ എന്നാൽ എന്താണ്? എന്തിനെയാണ് വിചാരം ചെയ്യേണ്ടത്? ഇതിനുള്ള മറുപടിയാണ് ഇനി ഈ 11ാമത്തെ ശ്ലോകത്തിൽ. വിചാരം ചെയ്യണം എന്നുള്ളത് നിർബന്ധം. എന്താണ് ഈ വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് വിചാരം ചെയ്യേണ്ടത്? അത് അറിഞ്ഞാലല്ലേ നമുക്കത് ശരിയായിട്ട് ആ സാധനയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ അതിൻ്റെ ശ്ലോകം, നോൽപദ്യത്തെ വിജ്ഞാനം വിനാജ്ഞാനം, നോൽപദ്യത്തെ വിനാജ്ഞാനം വിചാരേണ്യ സാധനൈഃ യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ ക്വചിത്. അത് വിചാരേണ്യ എന്ന് ചില പുസ്തകത്തിൽ കാണും, വിചാരേണാന്യ സാധനൈഹി, വിചാരേണ അന്യ സാധനൈഹി എന്ന് ഉള്ള രീതിയിൽ വിചാരേണാന്യ സാധനൈഹി എന്നുള്ളതാണ് കുറച്ചുകൂടെ നമുക്ക് ഇവിടെ അർത്ഥം പറയാനൊക്കെ എളുപ്പം. നോൽപദ്യത്തെ വിനാജ്ഞാനം വിചാരേണാന്യ സാധനൈഹി യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ ക്വചിത്. നോൽപദ്യത്തെ വിനാജ്ഞാനം വിചാരേണാന്യ സാധനൈഃ യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ ക്വചിത്. ഇതാണ് ശ്ലോകം. ഈ ശ്ലോകത്തിന് സാരം, ജ്ഞാനമെന്ന ലക്ഷ്യത്തിന് വിചാരം എന്ന ഒരേ ഒരു പാതയേ ഉള്ളൂ എന്നുള്ളതാണ്. വിചാരമെന്ന ഒരേ ഒരു പാത. എന്തിന്? ജ്ഞാനമെന്ന ലക്ഷ്യത്തിന്. അതിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. മറ്റു വഴികളില്ലേ എന്ന് പലർക്കും തോന്നാം. വേറെ വഴികളൊന്നുമില്ലേ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം. അങ്ങനൊരു സംശയവും എല്ലാവർക്കും. പല ധാരണകളും പലർക്കും ഈ ആത്മജ്ഞാനത്തിനെ കുറിച്ചുള്ള ഇന്ന രീതിയിൽ കിട്ടില്ലേ എന്നുള്ള സംശയങ്ങൾ ധാരാളം പേർക്കുണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത വഴിക്കും ഈശ്വര സാക്ഷാത്കാരമൊക്കെ കിട്ടും എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഞാൻ ഏത് വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു അതിൽ കൂടി കിട്ടും ഉറപ്പാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. ധ്യാനത്തിൽ കൂടി ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും, ധ്യാനം മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. സ്പർശനത്തിൽ കൂടി ഏതെങ്കിലും മഹാത്മാക്കളെ സ്പർശിച്ചാൽ എനിക്കും ആ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും, അങ്ങനെ വിചാരിക്കുന്നവർ ധാരാളമുണ്ട്. മഹാത്മാവിൻ്റെ ഒരു സ്പർശനം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ സാക്ഷാത്കാരം ലഭിക്കും, പൂർണ്ണ സംതൃപ്തി ലഭിക്കും, മോക്ഷം ലഭിക്കും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പലരും പല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ വിചാരത്തെക്കുറിച്ച്, വിചാരം മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം തെറ്റാണോ എന്നൊരു ചോദ്യം വന്നാൽ തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല, തെറ്റല്ലേ അല്ല. അതെല്ലാം നമ്മെ ശുദ്ധമാക്കും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മോക്ഷം നേടിത്തരും. എങ്ങനെ? നമ്മൾ ശുദ്ധമായി പിന്നീട് ഈ വിചാരത്തിന്റെ വഴിയെ കൂടെ പോകുമ്പോൾ. ഇപ്പോ നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമുക്ക് മോക്ഷം തരുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനാണ് കൂടുതൽ ഉപകരിക്കുക. അത് നേർവഴിക്ക് ഉടനെ തന്നെ ജ്ഞാനത്തിലേക്ക് നമ്മളെ ജ്ഞാനം തരില്ല. ശുദ്ധമാക്കൽ വളരെ അത്യാവശ്യമാണ്.
ശുദ്ധമായാൽ മാത്രമേ ജ്ഞാനം ലഭിക്കുള്ളൂ. അപ്പൊ ശുദ്ധമാക്കൽ ആവശ്യമാണ്. അപ്പൊ ആദ്യത്തെ തീർത്ഥാടനങ്ങള്, മഹാക്ഷേത്ര ദർശനങ്ങള്, ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകൾ അതുകൊണ്ട് അങ്ങോട്ട് പൂർണ്ണമായി എന്നൊരു ധാരണയാണ്. ഇപ്പോ ഗംഗാ സ്നാനം നടത്തിയാൽ അതോടുകൂടി എല്ലാം ആയി എന്നൊരു വിചാരമാണ്. ഇപ്പൊ കൈലാസ ദർശനം, അവിടെ പോയി യാത്ര പോയി കൈലാസ ദർശനം നടത്തി, എത്രയോ പുണ്യസ്ഥലങ്ങളെല്ലാം കണ്ടു, എല്ലാം മതി, മോക്ഷം കിട്ടും എന്ന് വിചാരിച്ചാൽ അതല്ല മോക്ഷം. അതൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ മാത്രമേ ഉപയോഗപ്രദമാവുകയുള്ളൂ. അത് തന്നെ ഈ യാത്ര ചെയ്യുന്നതിൽ എത്ര പേർക്ക് അത് ശുദ്ധമാകും എന്ന് സ്വയം ചിന്തിച്ചറിയാം. ഏത് ലക്ഷ്യത്തോടെയാണോ അവിടെ പോകുന്നത്, ആ പോകുന്ന സമയത്ത് മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരുന്നു, അവിടെ ചെന്ന ശേഷം എന്തെല്ലാം ചിന്തയായിരുന്നു, ഗംഗയിൽ മുങ്ങും എന്ത് ചിന്തയായിരുന്നു, ഗംഗയുടെ മുങ്ങി പുറത്ത് കയറി നിൽക്കുമ്പോൾ എന്തായിരുന്നു, ഗംഗയെ കാണുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ചിന്ത, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന രീതിയിലാണ് ഇപ്പോ. അപ്പോ ഒരു മഹാത്മാവ് ഈയിടെ പറഞ്ഞു, നോർത്തില് കണ്ടമാനം നമ്മുടെ ഈ പുണ്യസങ്കേതങ്ങളിലൊക്കെയാണ് വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഒരുപാട് മരണവും പ്രകൃതിക്ഷോഭങ്ങൾ ഒരുപാടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഇത്രയും വലിയ വലിയ ആൾക്കാർ തപസ് ചെയ്ത സ്ഥലങ്ങളും തപശക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവണമെന്നൊരു ചോദ്യം വന്നപ്പോൾ ഒരു മഹാത്മാവ് അതിന് പറഞ്ഞു, ഇപ്പോ അവിടെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ഭക്തർ ആണല്ലോ പോകുന്നത്, അതിൽ ഒരു 80% പേരും ഇപ്പോ ഒരു സൈറ്റ് സീയിങ് എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടിയാൽ ഉടനെ അതേ കാശി യാത്ര പോകുന്നുണ്ട്, ഒരു ബസ്സുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നു, ഒരു ബസ്സുണ്ട്, ഇത്ര സീറ്റ് ഒഴിവുണ്ട്, ഉടനെ പോയി. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മളെ സമയം കിട്ടുമ്പോൾ ഒന്ന് പോവുക, ഒന്ന് കാണുക, ഒന്ന് കറങ്ങി വരിക, ഒരു ട്രിപ്പ്, ഒരു എൻജോയ്മെന്റ് ട്രിപ്പ്, അത്രേ ഉള്ളൂ. അപ്പോ അതിൻ്റെ സാങ്ക്ടിറ്റി മനസ്സിലാക്കി, അതിൻ്റെ പരിശുദ്ധത മനസ്സിലാക്കി, അവിടെ നിന്ന് എനിക്ക് കിട്ടേണ്ടത് ഒരു പ്രത്യേക എനർജിയാണ്, എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് എന്നെ സഹായിക്കുന്ന ഏതോ ഒരു ഘടകം അവിടെയുണ്ട്, അതും കൂടെ ലഭിക്കണം എനിക്ക്, എന്നാലേ എൻ്റെ മനസ്സ് ശുദ്ധമായി, എൻ്റെ പ്രവൃത്തികൾ ശുദ്ധമായി എനിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ലഭിക്കുകയുള്ളൂ എന്നുള്ള വിചാരത്തിലല്ലല്ലോ പോകുന്നത്. വേറെന്തെല്ലാമോ വിചാരത്തിലാണ് പോകുന്നത്. ഒന്നിലെ ലൗകിക നേട്ടങ്ങൾ, അല്ലെങ്കിൽ കുറെ പാപം കഴുകി കളയപ്പെടും എന്നൊക്കെയുള്ള വിചാരത്തിലാണ് പോകുന്നത്. ശരിയാണ്, പാപം കഴുകി കളയപ്പെടും. പാപം കഴുകി കഴിഞ്ഞാൽ ജ്ഞാനമാകുമോ? ഇല്ല. ജ്ഞാനം എന്നത് വേറൊരു പ്രക്രിയയാണ്. അവിടെയാണ് അപരോക്ഷാനുഭൂതി നമുക്ക് ഏറ്റവും സഹായകമായിട്ട് ആചാര്യസ്വാമി അതിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഈ ജ്ഞാനം, എങ്ങനെയാണത് നേടണ്ടേ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി ഒരു ഉയർന്ന തലത്തിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ ക്ലാസ്സിലും നമുക്ക് പറയേണ്ട ഒരു കാര്യം, വളരെ ഉയർന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് അപരോക്ഷ അനുഭൂതി. അതിന് നമ്മൾ മാനസികമായി തയ്യാറാകണം. അപ്പോ മഹാന്മാര് തപസ് ചെയ്ത ഗുഹ, ഇപ്പോ രമണ മഹർഷിയുടെ അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ എല്ലാം ആയി എന്നൊരു ധാരണയാണ്. അങ്ങനെയല്ല, അത് ഒരു നമ്മുടെ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ വസിഷ്ഠ ഗുഹ, അവിടെ ചെന്നാൽ വസിഷ്ഠ ഗുഹയെ കയറിയിരുന്നാൽ നമുക്ക് എന്നാ മോക്ഷം കിട്ടുമോ? ഇല്ല. അന്ന് വസിഷ്ഠ ഗുഹ എന്ന് പേര് വന്നത് വസിഷ്ഠ മഹർഷി അവിടെ ഇരുന്ന് അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് അതിന് വസിഷ്ഠ ഗുഹ എന്ന് പേര് വന്നത്. അപ്പൊ ആ ഗുഹയുടെ മഹാത്മ്യം അല്ലത്. ഗുഹയുടെ മഹാത്മ്യം കൊണ്ട് വസിഷ്ഠ മഹർഷിക്ക് മഹാത്മ്യം ഉണ്ടായതാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് വസിഷ്ഠ ഗുഹ ആ ഗുഹ വസിഷ്ഠ ഗുഹ എന്ന് അറിയപ്പെട്ടു. അതുപോലെ തന്നെയാണ് വലിയ മഹാത്മാക്കള് അവരൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആ സ്ഥലം അവരാൽ ആണ് പ്രസിദ്ധമാകപ്പെടുന്നത്, അവരാലാണത് പ്രസിദ്ധമാകുന്നത്. അരുണാചലം നേരത്തെ പ്രശസ്തമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രശസ്തമായത് എപ്പോഴാണ്? രമണ മഹർഷി അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ട് തന്നെ അരുണാചലത്തിന് ഇത്രയും ശക്തി ഉണ്ട് എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തതാരാണ്? അദ്ദേഹമാണ്. അപ്പോ അരുണാചലത്തിൽ ചെന്നാൽ മാത്രം മതിയോ? പോരാ. അരുണാചലത്തിൽ ചെന്ന് രമണ മഹർഷിയുടെ അതുപോലെ ഉള്ളൊരു ജീവിതചര്യയിൽ പോയാൽ അരുണാചലത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം കിട്ടും. ഇതേപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും. നമ്മുടെ ധാരണ അങ്ങനെയല്ല. നമ്മൾ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, ആ സ്ഥലം നമുക്ക് എന്തോ തരും എന്നൊരു വിചാരമാണ്. അങ്ങനെ വരില്ല, അങ്ങനെയല്ലത്. അപ്പോ വസിഷ്ഠ ഗുഹയിൽ ധ്യാനിച്ചാൽ ഉടനെ മോക്ഷം കിട്ടുമോ? കിട്ടില്ല. കാരണം ആ വസിഷ്ഠ ഗുഹയെ
എന്താ പറയാ, അതിലേക്ക് അവിടെ ഉണ്ടായ ആ ഒരു ചൈതന്യം ആരുടെ ചൈതന്യമാണ്? ആരുണ്ടാക്കിയ ചൈതന്യമാണ്? വസിഷ്ഠ മഹർഷി ഉണ്ടാക്കിയ ചൈതന്യമാണ്. അതുപോലെ ഏത് മഹാത്മാക്കളുടെ കാര്യം നോക്കിയാലും അറിയാം, ആ മഹാത്മാക്കള് അത്യുഗ്രമായ സാധനങ്ങൾ ചെയ്ത് അവരാണ് ആ പ്രഭാവം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ചൈതന്യം എവിടെ നിന്ന് വരുന്നു? പുറത്തുനിന്ന് വരുന്നൊരു ചൈതന്യമല്ല. ഓരോ വ്യക്തിയും അവനവന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ സാധന ചെയ്ത് പ്രകാശിപ്പിച്ചിട്ട് ആ പ്രകാശമാണ് അവരെവിടെ ഇരിക്കുന്നു ആ സ്ഥലത്തെ ഫേമസ് ആക്കുന്നതും ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ഊർജം കൊടുക്കുന്നതും. നമുക്ക് ചെന്നാൽ അവിടുത്തെ ആ ഊർജം കിട്ടും, പക്ഷെ അത് ഉടനെ നമ്മൾ ഇമ്മീഡിയറ്റ് മോക്ഷത്തിലേക്ക് എത്തിക്കത്തില്ല. അത് നമ്മുടെ മനസ്സിലെ പാപങ്ങളെ മാറ്റും, നമ്മുടെ പൂർവ്വജന്മങ്ങളെ പാപങ്ങളെ മാറ്റും, അതൊക്കെ ചെയ്യും. ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ഊർജം നമുക്ക് തരും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ഷം അതിലൂടെ ലഭിക്കില്ല. അതൊരു വഴി മാത്രമാണ്. ഇതാണ് ആചാര്യസ്വാമിയുടെ പറയുന്നിരുന്നത്. വഴികളാണ്. നിങ്ങൾ വഴികളെ ലക്ഷ്യമായി വിചാരിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. ഇതെല്ലാം വഴികളാണ്, എല്ലാം ധ്യാനം, എല്ലാം വഴികളാണ്. വഴിയെ ലക്ഷ്യമായി ലക്ഷ്യത്തിൽ എത്തി എന്നൊരു ധാരണയിൽ വഴിയെ തന്നെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നത്. അത് പാടില്ല. വഴിയെ വഴിയായി മനസ്സിലാക്കണം, എന്നിട്ട് ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ആ ലക്ഷ്യം നേടണം, ലക്ഷ്യത്തിൽ എത്തണം. അപ്പോ ഈ ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥാടനങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം നമ്മുടെ പാപത്തെ നീക്കും, മനഃശുദ്ധിയെ തരും, സാധനാ ചതുഷ്ടയത്തെ തരും. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് സാധനാ ചതുഷ്ടയം എന്ന് കേൾക്കുമ്പോൾ. എന്നിട്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത്, അല്ലേ? സാധനാ ചതുഷ്ടയം എന്നൊരു സംഭവം ശരിയായിട്ട് എടുക്കാൻ നമുക്ക് ചെയ്ത് സാധിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ട് ഫുള്ളായിട്ട് അനുസരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലും സാധിക്കാതെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയാൽ മോക്ഷം കിട്ടും, ഇന്ന ആളെ കണ്ടാൽ മോക്ഷം കിട്ടും, അങ്ങനെ നമസ്കരിച്ചാൽ മോക്ഷം കിട്ടും എന്നൊക്കെ വിചാരിക്കണം. വെറും മണ്ടത്തരമല്ലേ? ജ്ഞാനത്തെ തരില്ല, ഇതൊന്നും ജ്ഞാനത്തെ തരില്ല. ജ്ഞാനം ഇനി വരാൻ കിടക്കുന്നു. അതിന്റെ എങ്ങനെയാണ് ജ്ഞാനം വരിക എന്നുള്ളതിനെ കുറിച്ച് ആചാര്യസ്വാമി പറയാൻ പോകുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? ജ്ഞാനത്തിന് എന്ത് ചെയ്യണം? ആചാര്യസ്വാമി ഒരു ഉദാഹരണം, സിമ്പിൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ജ്ഞാനം എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച്. എന്താണ് ജ്ഞാനം എന്നുള്ളതിനെ കുറിച്ച് പറയും. ഇപ്പൊ നമ്മള് ഇരുട്ട് ആയിരിക്കുന്ന ഒരു മുറി, ആ ഇരുട്ട് മുറിയിൽ എന്തെല്ലാമോ വസ്തുക്കളുണ്ട്. ഇരുട്ട് കാരണം ഒന്നും കാണുന്നില്ല, ഇല്ല, ഇരുട്ടത്തൊന്നും കാണത്തില്ല. ആ കാണണമെങ്കിൽ എന്ത് വേണം? അതിനെയൊക്കെ കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശമല്ലാതെ വേറെ ഒരു വഴിയിലും അത് കാണാൻ പറ്റില്ല. പ്രകാശത്തിൽ കൂടി അല്ലാതെ ഇരുട്ടിലിരിക്കുന്ന ഒരു വസ്തുവിനെ കാണാൻ പറ്റില്ല. സംശയമില്ലല്ലോ കാര്യത്തില്. ഇതിൽ കൂടെ വലിയൊരു നല്ലൊരു ഉദാഹരണം കിട്ടാനില്ല. ഇരുട്ടിൽ ഇരിക്കുന്ന വസ്തുക്കളെ കാണാൻ പ്രകാശമല്ലാതെ വേറൊന്നിനും അത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ശാസ്ത്രത്തില് അജ്ഞാനത്തെ ഇരുട്ട് എന്ന് പറഞ്ഞത്. അജ്ഞാനത്തെ ഇരുട്ടിനോട് ഉപമിക്കാൻ കാരണം അതുകൊണ്ടാണ്. കാരണം പ്രകാശത്തെ ജ്ഞാനമെന്നും പറഞ്ഞു ശാസ്ത്രത്തില്, അജ്ഞാനത്തെ ഇരുട്ട് എന്നും ജ്ഞാനത്തെ പ്രകാശമെന്നും പറഞ്ഞു. അപ്പോ ഇരുട്ട് മാറണമെങ്കിൽ പ്രകാശം വേണം, അജ്ഞാനം മാറണമെങ്കിൽ ജ്ഞാനം വന്നേ തീരും. ജ്ഞാനമില്ലാതെ വേറൊരു വഴിയില്ല, അതിന് ഒരു മാർഗവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. യഥാ പദാർത്ഥഭാനം, പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ്, അവിടെ ഉള്ള വസ്തു, അതിനെ ഭാനം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കാണൽ. പ്രകാശേന വിന, പ്രകാശം കൊണ്ടല്ലാതെ ആ വസ്തുവിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോ പദാർത്ഥഭാനം പ്രകാശേന വിന പറ്റില്ല. ഇരുട്ടിലെ വസ്തു പ്രകാശം കൊണ്ടല്ലാതെ എങ്ങനെ കാണാൻ പറ്റാതിരിക്കുന്നുവോ അതുപോലെ ഇരുട്ടിലെ വസ്തുവെ പ്രകാശം കൊണ്ടല്ലാതെ കാണാൻ സാധിക്കില്ല. അതുപോലെ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടല്ലാതെ നേടാൻ സാധിക്കില്ല. പ്രകാശേന വിന പദാർത്ഥഭാനം ന ഉൽപ്പദ്യതേ ആണ് പറയേണ്ടത്. പ്രകാശേന വിന പദാർത്ഥഭാനം ന ഉൽപ്പദ്യതേ. ഭാനം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കാണൽ, പ്രകാശിച്ച് കാണൽ. അതായത് ശരിക്കും പറഞ്ഞാൽ ന സംഭവതി, ന ഉൽപ്പദ്യത എന്ന് പറഞ്ഞാൽ ന സംഭവതി, അങ്ങനെ സംഭവിക്കുന്നില്ല. വിചാരമില്ലാതെ ജ്ഞാനം ലഭിക്കില്ല. ന ഉൽപ്പദ്യതേ ജ്ഞാനം വിനാ വിചാരേണ, അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. ന ഉൽപ്പദ്യതേ ജ്ഞാനം വിനാ വിചാരേണ. വിചാരമില്ലാതെ ജ്ഞാനം ഉണ്ടാകില്ല.
അന്യസാധനേഹി മറ്റു സാധനങ്ങൾ കൊണ്ട് ഒരിക്കലും കിട്ടില്ല. മറ്റു സാധനങ്ങൾ മൂലവും ഒരു സാധന മൂലവും കിട്ടില്ല. ഓൺലി മീൻസ്, അതാണ് പറഞ്ഞത്. ദ ഓൺലി മീൻസ്, നോട്ട് വൺ ഓഫ് ദി മീൻസ്. അതാണ് ദ ഓൺലി മീൻസ്. പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഒരേ ഒരു വഴി, മറ്റു വഴികളിൽ ഒന്ന് അല്ല ഇത്. മറ്റെത്രയോ വഴികളുണ്ട്, എത്രയോ വഴികളുണ്ട്. അതിലൊന്നാണ് ജ്ഞാനം അല്ലെങ്കിൽ വിചാരം. എത്രയോ വഴികളുണ്ട്, അതിലൊരു വഴിയാണ് വിചാരം. അതിൽ കൂടിയും ജ്ഞാനം കിട്ടും. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കണ്ടേ. വിചാരമാണ് ഒരേ ഒരു വഴി. ഒരേ ഒരു വഴിയുള്ളൂ, വിചാരം മാത്രം. ജ്ഞാനത്തിലേക്കുള്ള വഴി വിചാരം മാത്രം. അതാണ് അന്യസാധനേഹി കിട്ടില്ല എന്ന് പറയാൻ കാരണം. അപ്പോ കർമ്മയോഗം, ധ്യാനം എന്ന സാധനങ്ങളെയാണ് അന്യസാധനം എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും മോക്ഷം ലഭിക്കില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? സാധനാചതുഷ്ടയ സമ്പത്തിയെ തരുമോ? അപ്പൊ അതെല്ലാം കടന്നു പോകണം. അപ്പോ വിചാരം ചെയ്യലാണ് പ്രധാനം എങ്കിലും അത് സാധനാചതുഷ്ടയ സമ്പത്തിയെ തരില്ല. വിചാരം ചെയ്ത് സാധനാചതുഷ്ട സമ്പത്തി വരില്ല. എന്നാൽ വിചാരം മാത്രം ചെയ്താൽ പോരെ, എന്നാൽ അത് പോരാ. വിചാരം ചെയ്യണം, പക്ഷെ വിചാരം മാത്രം ചെയ്താൽ മതിയോ? പോരാ. വിചാരം ചെയ്താൽ സാധനാചതുഷ്ട സമ്പത്തി കിട്ടുമോ? കിട്ടില്ല. പക്ഷെ വിചാരം ചെയ്യാതിരുന്നാൽ മോക്ഷം കിട്ടുമോ? ജ്ഞാനം വരുമോ? ഇല്ല. വിചാരം ചെയ്യുകയും വേണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പുകൾ ആണ് ഈ സാധനാചതുഷ്ട സമ്പത്തികളും കാര്യങ്ങളും എല്ലാം. അതെല്ലാം കഴിഞ്ഞിട്ട് വിചാരം ചെയ്താൽ അപ്പോഴേ ജ്ഞാനം ലഭിക്കുള്ളൂ. വിചാരം ചെയ്താലേ കിട്ടുള്ളൂ. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ സാധനാചതുഷ്ടയം, എല്ലാ സാധനാചതുഷ്ടയം അത് 4 വഴിക്ക് വരുമ്പോൾ 6, 3, 9, 10 വരും. അതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറഞ്ഞൊരെണ്ണം, പിന്നെ വിവേകം, വൈരാഗ്യം, പിന്നെ പറഞ്ഞല്ലോ സമാധി ഷഡ്ക സമ്പത്തികള്, പിന്നെ മുമുക്ഷുത്വം. അപ്പൊ 4 സാധനാചതുഷ്ടയം. അതിൽ സമാധി ഷഡ്ക സമ്പത്തിയിൽ 6 ഇതെല്ലാം ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പായി വിചാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതല്ല അത് മാത്രം ചെയ്താൽ മോക്ഷം കിട്ടുമോ? ഇല്ല. അത് കഴിഞ്ഞ് വിചാരത്തിലേക്ക് വരണം, നിർബന്ധമായിട്ടും വരണം. അപ്പൊ നമ്മളൊക്കെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ചിലപ്പോൾ തീർന്നു പോകും. സാധനാചതുഷ്ടയ സമ്പത്തി തന്നെ നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പറ്റണം. എന്നിട്ട് വിചാരവും ചെയ്യണം. അതിനാണ് അപരോക്ഷാനുഭൂതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ കർമ്മയോഗം ചെയ്യണ്ടേ? കർമ്മങ്ങൾ ചെയ്യണ്ടേ? ചെയ്യണം. കർമ്മം ചെയ്യണം. പല പല കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി നേടാനുണ്ട്. കർമ്മം ചെയ്ത് തുടങ്ങുമ്പോഴേ അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. അപ്പോഴേ അതിനപ്പുറമുള്ള വേദാന്തത്തെക്കുറിച്ചുള്ള ചിന്ത വരുള്ളൂ. അപ്പൊ കർമ്മം ചെയ്താലേ മനസ്സ് ശുദ്ധിയാവുള്ളൂ. ഒത്തിരി കാര്യത്തിൽ മനസ്സ് ശുദ്ധമാകാനുണ്ട്. കർമ്മം ചെയ്തേ മനസ്സ് ശുദ്ധിയാവുള്ളൂ. നേരത്തെ നമ്മളിത് പഠിച്ചു. കർമ്മബല എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചു നമ്മൾ നേരത്തെ. അപ്പോൾ മനസ്സിനെ ശുദ്ധമാക്കുന്നത് കർമ്മങ്ങളാണ്. കർമ്മങ്ങളിൽ കൂടി വരണം. ഓരോ കർമ്മം ചെയ്യണം. അതിന് എങ്ങനെയാണ് ശുദ്ധമാവുക? അതിന് പല കാര്യങ്ങളും നമുക്ക് വേണം. ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയാലേ ഒരു കർമ്മമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കർമ്മം വെറുതെ ഒരു വിചാരം ചെയ്യുന്ന പോലെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. കർമ്മം ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണത്? സമയം വേണം, അല്ലെ? കർമ്മം ചെയ്യണമെങ്കിൽ പ്രത്യേക സമയം വേണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. വേണം. പിന്നെയോ അതിന് പറ്റിയ സ്ഥലം വേണം. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മങ്ങൾ കേട്ടോ, അതാണ് മനസ്സിലാക്കേണ്ട. വൈദിക കർമ്മങ്ങൾ അത് ചെയ്യണമെങ്കിൽ പ്രത്യേക സ്ഥലം വേണം, ശുദ്ധമാക്കിയ സ്ഥലം വേണം. അതിന് ഇന്ന ഭാഗത്തെ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്തെ അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ, കിഴക്കോട്ട് നോക്കിയിരിക്കണം, പടിഞ്ഞാട്ട് നോക്കിയിരിക്കണം, വടക്കോട്ട് നോക്കിയിരിക്കണം. ഇങ്ങനെ പല പല നിബന്ധനകൾ, ഒരുപാട് നിബന്ധനകളുണ്ട് കർമ്മങ്ങൾക്ക്. പിന്നെ ഒരുപാട് വിഭവങ്ങൾ വേണം, ഇല്ലേ? നിസ്സാര വീട്ടിലൊരു പൂജ കഴിക്കണമെങ്കിൽ തന്നെ എന്തെല്ലാം വിഭവങ്ങൾ വേണം, എന്തെല്ലാം പാത്രങ്ങൾ വേണം, എന്തെല്ലാം ശംഖ്, പഞ്ചപാത്രം, വിളക്ക്, പല 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 കാര്യങ്ങൾ വേണം ചെറിയ പൂജയ്ക്ക് പോലും. അപ്പൊ പിന്നെ വലിയ വലിയ കർമ്മങ്ങളുടെ കാര്യം ചോദിക്കാനുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ട് വേണം കർമ്മം ചെയ്യാനായിട്ട്. പിന്നെയോ ഇതിനൊക്കെ പുറമെ ആരോഗ്യം, നല്ല പരിപൂർണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ലല്ലോ. മന്ത്രം ജപിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ജപിക്കാൻ പറ്റണ്ടേ? കേൾവി വേണം. പിന്നെ കയ്യും കാലും ഒക്കെ നന്നായിട്ട് ഇരിക്കാനും എണീക്കാനും നമസ്കരിക്കാനും ഒക്കെ സാധിക്കണ്ടേ? എണീറ്റ് 10 നമസ്കാരം ചെയ്യണമെങ്കിൽ ചെയ്യണ്ടേ? ചെയ്തില്ലെങ്കിൽ കർമ്മം പൂർണ്ണമാവില്ല.
അപ്പോ ആരോഗ്യം വേണം. അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയാലേ കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ജ്ഞാനം എന്ന ലക്ഷ്യത്തിന് വിചാരം എന്ന സാധന ചെയ്യാം. ജ്ഞാനം എന്ന ഒരു ലക്ഷ്യം അത് കിട്ടണമെങ്കിൽ വിചാരം എന്ന സാധന ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. വിചാരേണ വിന എന്ന് പറഞ്ഞു. വിചാരം എന്നാൽ എന്ത്? അതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം. വിചാരം എന്നാൽ എന്താണ് ഈ വിചാരം ചെയ്യൽ? വിചാരം ചെയ്യൽ വിചാരമില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞു. എന്താണ് ഈ വിചാരം ചെയ്യൽ? വിചാരം എന്നാൽ പ്രമാണ വ്യാപാരം എന്നാ പറയുന്നത്. പ്രമാണ വ്യാപാര വിചാര. വ്യാപാരം എന്നാൽ ഉപയോഗപ്പെടുത്തൽ എന്നാണ് ഇവിടെ അർത്ഥം. വ്യാപാര എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തൽ, യൂസ് ചെയ്യൽ, ഉപയോഗിക്കൽ. എന്തിനെ? പ്രമാണം, പ്രമാണത്തെ ഉപയോഗിക്കൽ. വ്യാപാരം എന്ന് പറയുന്നത് നമ്മളെ ആ ഇൻസ്ട്രുമെന്റുമായിട്ട്, അതായത് ആ പ്രമാണവുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയി വരിക, എന്നാലേ അത് വിചാരം ആവുള്ളൂ. ഒരു ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് വരിക. ഇവിടെ ഇൻസ്ട്രുമെന്റ് എന്താണ്? ഇവിടെ പ്രമാണം എന്താണ്? അതാണ് പറയാൻ പോകുന്നത്. ഒരു വസ്തുവിന്റെ നിറം അറിയാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു വസ്തു നമ്മുടെ മുമ്പിലുണ്ട്, അതിന്റെ നിറം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ണെന്ന ഇൻസ്ട്രുമെന്റിനെ ഉപയോഗിക്കണം, അല്ലേ? മൂക്ക് കൊണ്ട് നിറം അറിയാൻ പറ്റുമോ? നാക്ക് കൊണ്ട് നിറം അറിയാൻ പറ്റുമോ? ചെവി കൊണ്ട് നിറം അറിയാൻ പറ്റുമോ? ഇല്ല. കണ്ണുകൊണ്ട് മാത്രമേ നിറം അറിയാൻ പറ്റുള്ളൂ. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, കണ്ണ് എന്ന ഇൻസ്ട്രുമെന്റിനെ റീപ്ലേസ് ചെയ്തിട്ട് നിറം അറിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം വിചാരത്തിന് ഉപയോഗിക്കുന്നത്. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ ഉപയോഗിച്ചാൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പ്രമാണം. ഒരു പ്രമാണത്തെ എടുത്ത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് ആ പ്രമാണത്തിൽ കൂടി നമുക്കറിയേണ്ട കാര്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് പകരം വേറൊരു പ്രമാണം എന്ന് പറഞ്ഞാൽ അവിടെ സംശയങ്ങൾ നിലനിൽക്കും. അപ്പോൾ ഒരേ ഒരു പ്രമാണം, അതിൽ കൂടി മാത്രം സഞ്ചരിച്ചാലേ ജ്ഞാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു പ്രമാണത്തിൽ മാത്രം ഉറച്ച് മുന്നോട്ട് പോകുന്നതിനാണ് വിചാരം എന്ന് പറയുന്നത്. പല പ്രമാണങ്ങൾ വന്നാൽ ഡൗട്ട് തീരില്ല, സംശയങ്ങൾ തീരില്ല. ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിന് അതിന് പറ്റുന്ന പ്രമാണത്തെ ഉപയോഗിക്കണം. റീപ്ലേസ്മെന്റ് പറ്റുന്ന ഒരു പ്രമാണത്തെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിറം അറിയണമെങ്കിൽ കണ്ണിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. കണ്ണല്ലാതെ വേറൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നിറം അറിയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കണ്ണിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ നിറം മനസ്സിലാകും. അതുപോലെ ഒരു പ്രമാണം മാത്രം സ്വീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ, വിചാരം ചെയ്യാൻ. ആ പ്രമാണം ഏത്? അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഒരു പ്രമാണം, ആ പ്രമാണം മാത്രമേ നമുക്ക് വിചാരം ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടി മാത്രമേ ആ വിചാരത്തിൽ കൂടിയുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ആ പ്രമാണം എന്ത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ വിചാരം ചെയ്യൽ എന്താണ്? ഒരു പ്രമാണത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു പ്രമാണത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകൽ, അതിനെ ഉപയോഗിക്കൽ. അപ്പോ ആത്മജ്ഞാനത്തിനുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഏക പ്രമാണം ഏത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആത്മജ്ഞാനത്തിന് പകരം വെക്കാൻ പറ്റാത്ത, റീപ്ലേസിനെ പകരം വെക്കാൻ പറ്റാത്ത ഒരേ ഒരു പ്രമാണം ഏത്? അതാണ് വേദം, വേദാന്തം, ഉപനിഷത്ത്. ഒരേ ഒരു പ്രമാണം. ആ പ്രമാണമല്ലാതെ വേറൊരു പ്രമാണവും ആത്മജ്ഞാനത്തിന് ഇല്ല. പകരം വെക്കാൻ വേറൊരു പ്രമാണമില്ല. ആത്മജ്ഞാനത്തിന് എനിക്ക് വേദാന്തം വേണ്ട, ഉപനിഷത്ത് വേണ്ട, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇത് നമുക്ക് അറിയാൻ സാധിക്കണ്ടേ? അല്ലെങ്കിൽ തെറ്റായ വഴി കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ കിട്ടിയിരിക്കുന്ന ഈ സ്പാനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ പരിപൂർണ സംതൃപ്തി അല്ലെങ്കിൽ മോക്ഷം നമുക്ക് ലഭിക്കാതെ പോകും.
അതിനെന്ത് വേണം? ഏകമാർഗമായ വേദാന്തത്തെ വിചാരം ചെയ്യണം എന്നാണ് ഇപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു തന്നെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ 3-4 ഉപനിഷത്ത് നമ്മൾ നോക്കി, ഇനിയും കുറച്ച് ഉപനിഷത്ത് നോക്കാനുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, 10-13 പേരേ ഉള്ളൂ നമ്മൾ. പക്ഷേ നമ്മൾ പോകുന്ന വഴി ശരിയാണ് എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുക. അതാണ് നമുക്കിവിടെ അപരോക്ഷാനുഭൂതി തരുന്നത്. അപരോക്ഷാനുഭൂതി നമുക്കിപ്പോൾ തരുന്ന ഒരു വലിയൊരു സന്ദേശം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര കറക്റ്റാണെന്ന് പറയുകയാണ്. ഇവിടെ ഇനി സംശയം പാടില്ല. ഇനി മനസ്സിൽ ഒരു സംശയവും ഇനി നമ്മുടെ മനസ്സിലുണ്ടാകരുത്. നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഈ വഴിയിൽ കൂടി, ഈ ഉപനിഷത്തിൽ വഴിയിൽ കൂടി, ഈ വേദാന്തത്തിൽ കൂടി, ഈ വേദം പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ കൂടി. ഇത് മാത്രമേ ഉള്ളൂ വഴി ജ്ഞാനത്തിന്. വേറെ ഒരു വഴിയുമില്ല. വേറെ ഒരു വഴിക്ക് പോയാലും ജ്ഞാനം ലഭിക്കില്ല. ജ്ഞാനത്തിന് മുമ്പുള്ള പല ക്വാളിഫിക്കേഷൻസും കിട്ടും, പല അർഹതകളും കിട്ടും, ജ്ഞാനം കിട്ടില്ല. അർഹത മാത്രമേ ആവുള്ളൂ. ഒരു കോഴ്സിനുള്ള അഡ്മിഷനുള്ള അർഹത, ക്വാളിഫിക്കേഷൻസ് ആവുമുള്ളൂ. പക്ഷെ ക്വാളിഫിക്കേഷൻ വേണമല്ലോ, അല്ലാതെ അഡ്മിഷൻ കിട്ടത്തില്ലല്ലോ. ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട് അതിൻ്റെ പഠിച്ച് പാസ്സാവണ്ടേ. അവിടെയാണ് ഈ പറഞ്ഞ വിചാരം ചെയ്യൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോ ഉപനിഷത്തുക്കളുടെ സാരാംശത്തെ പറയുന്ന സ്മൃതികൾ, ഭഗവത്ഗീത, നമ്മൾ പഠിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ എന്നിവ എല്ലാം അതേ ഉപനിഷത്തിന്റെ സാരത്തെ വച്ച് അത് തന്നെ പ്രമാണമായിരിക്കുന്നു. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പറയും ഭഗവത്ഗീത പഠിച്ചാൽ എന്താ കുഴപ്പമില്ല. ഭഗവത്ഗീത എന്താണ്? ഉപനിഷത്തിന്റെ സാരമാണ്. അങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതെല്ലാം ഉപനിഷത്തിന്റെ സാരാംശത്തെ കൊണ്ട് ചെയ്തിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. എല്ലാത്തിലും അതെ. എല്ലാത്തിന്റെ അന്തിമ ലക്ഷ്യം മനുഷ്യനെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള സത്ത് മനസ്സിലാക്കാതെ കണ്ട് പുറംമൂടികളില്, കഥകളില്, അങ്ങനെ ഇപ്പൊ ശ്രീകൃഷ്ണ ലീലയിൽ മാത്രം കുറെ കഥകൾ കേട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും അയ്യോ എന്നാ രസമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിക്കും. മോക്ഷത്തിലേക്ക് ചെല്ലില്ല. അല്ലേ? ഗോപികമാരുടെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയും, അയ്യോ ഗോപികമാരെ എന്തൊരു ഭക്തി അവർക്ക്. പക്ഷെ നമുക്ക് എന്തേ ആകാമേലേ? അതാകാമേലേ? മറ്റുള്ളവരെ നമ്മൾ ഭയങ്കരമായിട്ട് പറയും, അയ്യോ സമ്മതിക്കല്ലേ, നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു ഗോപികമാരെന്നെ അവരും മനുഷ്യരല്ലായിരുന്നു. എല്ലാവരും അതെ. ഈ മഹാത്മാക്കളൊക്കെ ആരായിരുന്നു? അവരെല്ലാം മനുഷ്യരായിട്ട് ജനിച്ചവർ തന്നെയാണ്. അവർക്കൊക്കെ അങ്ങോട്ട് എത്താൻ വേണ്ടി എന്തുകൊണ്ട് നമുക്ക് എത്താൻ മേല? നമുക്ക് എത്താൻ പറ്റാത്ത സാധനം ഇല്ലാത്തതുകൊണ്ട്. ഈ പറഞ്ഞ മാതിരി വിചാരമൊന്നും ചെയ്തിട്ടില്ല. അവർ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് വിചാരം ചെയ്തവരല്ലേ. അവർ നോക്കുക, സാധനാ ചതുഷ്ടയം കംപ്ലീറ്റ് ചെയ്തവരല്ലേ അവരെല്ലാവരും. എല്ലാ മഹാത്മാക്കളും സാധനാ ചതുഷ്ടയം കംപ്ലീറ്റ് ചെയ്തവരാണ്. സാധനാ ചതുഷ്ടയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത വിചാരത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളോളം വിചാരം ചെയ്താണ് അവര് ആ ആത്മാനുഭൂതിയിലേക്ക് വന്നത്. അപരോക്ഷ അനുഭൂതി അവർക്ക് ലഭിച്ചത്. അപ്പോ പ്രമാണത്തെ ഉപയോഗിച്ചാലേ ജ്ഞാനം കിട്ടുള്ളൂ. ഇവരെല്ലാം ഈ പ്രമാണത്തെ ഒറ്റ വാക്കിലാണല്ലോ. രമണ മഹർഷി എപ്പോഴും പറഞ്ഞ ഒരേ ഒരു വാക്കുള്ളൂ, നീ ആര്, സ്വയം ആരെന്ന് നോക്കുക എന്ന് പറഞ്ഞത്. എന്താണത്? ഉപനിഷത്തിന്റെ സാരമല്ലേ അത്? ഒരു വാക്കേ ഉള്ളൂ, ആര്, സ്വയം ആരെന്നറിയുക എന്ന് പറയുന്നു. പക്ഷെ എത്ര സിമ്പിളായിട്ടാ പറയുന്നത്. എത്ര വർഷത്തെ അദ്ദേഹത്തിന്റെ വിചാരത്തിന്റെ ഫലമാണ് അദ്ദേഹം പറഞ്ഞ സന്ദേശം. അതേമാതിരി മഹാഗുരുക്കന്മാരെല്ലാവരും ഓരോ വാക്കുകളും ഓരോ ചെറിയ സന്ദേശങ്ങളും തരും. അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇവർ പറയുന്നതല്ല. വർഷങ്ങളായിട്ടുള്ള ഈ ഉപനിഷത്ത് വിചാരം അവരുള്ളിൽ വിചാരം ചെയ്ത് അതിനെ മാത്രം ആശ്രയിച്ച് അതിൽ മാത്രം വിശ്വസിച്ച് ബാക്കി എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ് ഈ വേദപ്രമാണത്തിൽ മാത്രം, ഈ വേദാന്തത്തിൽ മാത്രം ഉറച്ചു മനസ്സിനെ അവിടെ നിർത്തി അവർ തരുന്ന ഓരോ സന്ദേശങ്ങളാണ്. അപ്പൊ അവരെന്തുമാത്രം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കാറില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് നമസ്കരിച്ച് അങ്ങയുടെ കാലയെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോ മോക്ഷം കിട്ടുന്ന വിചാരം. ആ ഗുരുവാകാനായിട്ട് അദ്ദേഹം ആ പ്രഭാവത്തിലേക്ക് എത്താനായിട്ട് എത്ര കാലത്തെ തപസ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കിയിട്ട് അതിലൊരു ചെറിയൊരു അംശം പോലും നമ്മൾ തപസ് ചെയ്യണ്ടേ? ഇല്ലാതെ നമുക്ക് എങ്ങനെയാ അതൊക്കെ വരിക? അപ്പൊ അങ്ങനെ തെറ്റായ ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെ. കുറെ ഭാഗത്ത് എവിടം വരെ? പാപം നശിക്കാൻ, മനസ്സ് ശുദ്ധമാകാൻ, മനസ്സ് ഏകാഗ്രമാകാൻ, ഇതിനൊക്കെ അത് സഹായിക്കും. അതില്ലാതെ പറ്റില്ല, വേണം. പക്ഷെ അവിടെ നിന്നാ മതിയോ? പോരല്ലോ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോണ്ടേ? അതിനാണ് അപരോക്ഷാനുഭൂതി. അടുത്ത സ്റ്റെപ്പിലേക്ക് വരാനാണ്, തടസ്സങ്ങളെ മാറ്റാനാണ് അപരോക്ഷാനുഭൂതി പഠിക്കുന്നത് നമ്മൾ. അപ്പോ എങ്ങനെയുള്ള പ്രമാണമാണ്? പ്രമാണത്തെ ഉപയോഗിച്ചാലേ ജ്ഞാനം കിട്ടുള്ളൂ. പ്രമാണത്തെ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ.
എങ്ങനെയുള്ള പ്രമാണമാണ്? അതാണ് അടുത്തത്. എങ്ങനെയുള്ള പ്രമാണമാണിത്? ഇത് ശബ്ദരൂപത്തിലുള്ള പ്രമാണം അല്ലേ? ഈശ്വരന്റെ ശബ്ദമാണ് ആ പ്രമാണം. അതിലപ്പുറം ഒരു പ്രമാണമില്ല. ഈശ്വരന്റെ ശബ്ദം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയുടെ ശബ്ദം, നമ്മൾ എവിടെ നിന്നാണോ വന്ന ആ ശബ്ദം, നമ്മളെ ഇപ്പോ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണോ ആ ശബ്ദം, പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണോ ആ ശബ്ദം, ഏതിൽ നിന്നാണോ ഉത്ഭവിച്ചത് അതിന്റെ ശബ്ദം, ഏതാണോ എല്ലാത്തിനെയും നിലനിർത്തുന്നത് അതിന്റെ ശബ്ദം, ഏതിലാണോ എല്ലാം അവസാനം ഒടുങ്ങുന്നത് അതിന്റെ ശബ്ദം. ആ ശബ്ദത്തെയാണ് നമ്മൾ വിചാരത്തിന് ആശ്രയിക്കേണ്ടത്. ആ ശബ്ദം എന്താണ്? ആ ശബ്ദമാണ് വേദം. അപ്പൊ ശബ്ദരൂപ പ്രമാണം, വേദം എന്ന ശബ്ദരൂപ പ്രമാണം. നമ്മൾ പ്രമാണം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരാൾ കൂടെ വരും. ആരാണ്? ഗുരു. പ്രമാണം എന്ന് പറയുമ്പോൾ ഗുരുവും വരില്ലേ? ഗുരുവും വരും. വിചാരം ചെയ്യാൻ എന്ന് പറയുമ്പോൾ ഗുരു വരും. പ്രമാണത്തിന്റെ കൂടെ ഗുരുവും കൂടെ വരും വിചാരം ചെയ്യുമ്പോൾ. പ്രമാണം മാത്രം കൈ കിട്ടിയേ പറ്റില്ല. അതിനെ പറഞ്ഞു തരാനെങ്കിലും വേണ്ടേ? ഇപ്പൊ വേദം ഒരു പുസ്തകം കയ്യിൽ കിട്ടി, വേദാന്തത്തിന്റെ ഒരു ഉപനിഷത്ത് കയ്യിൽ കിട്ടിയാൽ ചുമ്മാ വായിച്ചാലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. അപ്പോ അതിനെ വേണ്ട രീതിയിൽ പറഞ്ഞു തരാൻ ഒരു ഗുരു. അപ്പൊ പ്രമാണത്തിന്റെ കൂടെ ആര് വരും? ഒരു ഗുരുവും കൂടെ വരും. പ്രമാണം എന്താണ്? ഉപനിഷത്ത്. ഉപനിഷത്തിന്റെ കൂടെ ആര് വരും? ഒരു ഗുരുവും വരും. ഇത് രണ്ടും പിരിക്കാൻ പറ്റില്ല. ഒരു പ്രമാണത്തിൽ പിരിക്കാൻ പറ്റാത്തതാണ് ഗുരു അംശം. വേദാന്തത്തിൽ പിരിക്കാൻ പറ്റാത്തതാണ് ഗുരു അംശം. ഗുരു കൂടിയത്. ഒരു ഗുരുവിൽ നിന്നല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ആചാര്യസ്വാമികൾ നമുക്ക് ഗുരുവായിട്ട് കിട്ടിയല്ലോ. ഉപനിഷത്തിനെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തു തന്നു ആര്? ആചാര്യസ്വാമികൾ. അപ്പൊ നമ്മുടെ ഗുരു ആരാണ്? ആചാര്യസ്വാമികൾ തന്നെ. അപ്പോ വിചാരഃ ഗുരുമുഖാത് വേദാന്ത വിചാരഃ എന്നാണ് പറയാ. ഗുരുമുഖാത് വേദാന്ത വിചാരഃ. അങ്ങനെ ഗുരുമുഖാത് വേദാന്ത വിചാരഃ എന്ന ആ സാധന ചെയ്താൽ ആത്മജ്ഞാനം ലഭിക്കും, ഉറപ്പാണ്. ഇത് കൂടാതെ വേറെ ഒരു മാർഗവുമില്ല. ഈ വേദാന്തം എന്ന പ്രമാണത്തെ ഗുരുമുഖാന്തരം ലഭിച്ച് വിചാരം ചെയ്യുന്നതല്ലാതെ മോക്ഷം ലഭിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല. നാം അന്വേഷിക്കുന്ന ചൈതന്യ വസ്തു അല്ലേ? നമ്മൾ അന്വേഷിക്കുന്ന ആ ഈശ്വര ചൈതന്യം, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, ബ്രഹ്മം എന്നറിയപ്പെടുന്ന ആ ചൈതന്യം, പരമാത്മാ എന്നറിയപ്പെടുന്ന ആ ചൈതന്യം, അതിനെ അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞു തരുന്നത് ആരാണ്? തത് ത്വം അസി എന്ന് പറഞ്ഞു തരുന്നത് ആരാണ്? അതെവിടെയുള്ളേ? തത് ത്വം അസി എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? വേദാന്തത്തില്. അത് നമുക്ക് അത് വിശദീകരിച്ച് അത് നീ തന്നെയാണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണം. ചുമ്മാ വായിച്ചാൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവോ? ഇല്ല. അത് പറഞ്ഞു തരുന്നത് ഗുരു. ആ ഗുരു അത് പറഞ്ഞു തരും. എങ്ങനെയാണ് തത് ത്വം അസി എന്നുള്ളത്. ആ പറഞ്ഞു തരുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. അതറിഞ്ഞാലേ ജ്ഞാനമാവുള്ളൂ. അത് കേട്ടാൽ ജ്ഞാനമാവില്ല. അറിയണം. അറിയുന്നതിന് വിചാരം ചെയ്യണം. അപ്പോ സാധനാ ചതുഷ്ടയങ്ങൾ വേണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്വല്പം മനസ്സിലാവാൻ. അപ്പൊ സാധനാ ചതുഷ്ടയം പ്ലസ് വിചാരം ചെയ്യൽ, അതായത് വേദാന്തത്തെ പരിപൂർണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകൽ ഈസ് ഈക്വൽ ടു ആത്മജ്ഞാനം. എന്താണ്? സാധനാ ചതുഷ്ടയം പ്ലസ് വിചാരം ഈസ് ഈക്വൽ ടു ആത്മജ്ഞാനം. ആ പ്ലസ് വിചാരം ഇല്ലാതെ ആത്മജ്ഞാനം ലഭിക്കില്ല. മനസ്സിനെ ശുദ്ധിയാക്കുവാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. കാരണം മനസ്സിലെ അശുദ്ധി പലർക്കും പല രീതിയിലാണ്. മനസ്സിലെ അശുദ്ധി പല ആൾക്കാർക്കും പല രീതിയിലാണ്. അപ്പോ അത് മാറാനായിട്ട് പല പല കർമ്മ പദ്ധതികളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് തീർത്ഥാടനം കൊണ്ട് മാറും, ചിലർക്ക് ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ട് മാറും, ചിലർക്ക് ധാരാളം പലർക്കും ദാനം ചെയ്യുന്നത് കൊണ്ട് മാറും, ചിലർക്ക് ഒരുപാട് പൂജാദികൾ ചെയ്യുന്നത് കൊണ്ട് മാറും, ചിലർക്ക് ധ്യാനത്തിൽ കുറേ നാളിരിക്കുന്നത് കൊണ്ട് പാപങ്ങൾ മാറും.
ഇങ്ങനെ ഇതെല്ലാം എന്തിനുള്ളതാണ്? പലരിലുമുള്ള പലതരത്തിലുള്ള പാപങ്ങളെ മാറ്റാൻ, അല്ലെങ്കിൽ മനസ്സിലെ അശുദ്ധിയെ മാറ്റാൻ. പാപം തന്നെ ആയിരിക്കണം എന്നില്ല, അശുദ്ധി. മനസ്സിൽ അശുദ്ധി ഉണ്ടാകാം, അത് പാപമല്ല. മനസ്സിൽ അശുദ്ധി എന്ത് വേണമെന്നുള്ള അറിയായിക, അല്ലെങ്കിൽ തെറ്റായ ഒരു അറിവ് ഇരുന്നുകൊണ്ടിരിക്കുക മനസ്സിൽ, അതൊക്കെ അശുദ്ധിയാണ്. പലതരം മോശമായ വികാരങ്ങൾ മനസ്സിൽ നിലനിൽക്കുക, ആൾക്കാരോടുള്ള അസൂയ, കുശുമ്പ്, മറ്റുള്ളവർക്ക് പലതും കിട്ടുന്ന കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന പ്രയാസം, ഇങ്ങനെ അശുദ്ധികൾ ചെറുതായിട്ട് കുറേ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഇതൊക്കെ പോകുന്നതിന് ഈ പറഞ്ഞ വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിച്ചാലേ അതൊക്കെ പോകുള്ളൂ. അപ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില അശുദ്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ചിലർ ധാരാളം ദാനം കൊടുക്കും, നിറയെ കൊടുക്കും, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമുള്ള നിറയെ പേരുണ്ട്. പക്ഷേ ഭയങ്കര ദേഷ്യമായിരിക്കും, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടും. അയാളെടുത്ത് പോയി ദാനം മേടിക്കാൻ വരെ ആൾക്കാർക്ക് ദേഷ്യമായിരിക്കും. ഇഷ്ടംപോലെ കൊടുക്കും, ചെന്നാൽ ഇഷ്ടംപോലെ കൊടുക്കും, പക്ഷെ അങ്ങ് പോകാൻ പേടിയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത്, എപ്പോഴാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിയാമല്ല. അപ്പൊ അവിടെ എന്താണ്? അവിടെ വലിയൊരു ദാനം എന്ന വലിയൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേസമയം ഒരു അശുദ്ധി ഉണ്ട് അവിടെ, ദേഷ്യം എന്ന ഒരു അശുദ്ധി. അതേമാതിരി ചിലര് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും, വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കും, ഒരു രൂപ പോലും കയ്യിൽ നിന്ന് സ്പയർ ചെയ്യത്തില്ല, വേറൊരാൾക്ക് ഒരു സഹായം ചെയ്യില്ല, ശാന്തമായിട്ട് സംസാരിക്കും, മധുരമായിട്ട് സംസാരിക്കും, കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യും, സഹായിക്കില്ല, ഒരു തരത്തിലും ഒരു സഹായവും ചെയ്യില്ല. അപ്പൊ അവിടെ എന്താണ് അശുദ്ധി? ആരെയും സഹായിക്കാനുള്ള മനസ്സില്ല, അതാണ് അവിടുത്തെ അശുദ്ധി. ഇങ്ങനെ ഒരുപാട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ പല അശുദ്ധിയുണ്ട്. അപ്പൊ നമ്മളും ഒന്ന് സ്വയം ചിന്തിക്കാം, നമ്മുടെ ഉള്ളിൽ എന്ത് അശുദ്ധിയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അശുദ്ധിയെ കണ്ടുപിടിച്ച് അതിനെ മാറ്റാൻ ഈ പറഞ്ഞ തീർത്ഥാടനമോ ക്ഷേത്ര ദർശനമോ ദാനധർമാദികളോ അന്നദാനങ്ങളോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ ചിലതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അശുദ്ധി മാറും. അത് നോക്കണം എപ്പോഴാണ് അശുദ്ധി മാറുന്നതെന്ന്. അപ്പൊ നമ്മളിപ്പോൾ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ സ്ഥലത്തുള്ള ഓരോ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ കുറെ അശുദ്ധി മാറും മനസ്സിൽ. നമുക്ക് ഇത്രയെങ്കിലും ഈശ്വരൻ തന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നൽ വരും. അതേമാതിരി വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ നശിക്കൽ, ഇങ്ങനെ പലതും വരുമ്പോൾ നമ്മുടെ മനസ്സിലെ പല അശുദ്ധികളും അതിൽ കൂടി നമുക്ക് അതിന് സഹായിക്കാൻ പോകുന്നതിലൂടെ, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പാർട്ട് ചെയ്യുന്നതിലൂടെ, ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ ഒരുപാട് അശുദ്ധികളെ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഈ അശുദ്ധി മാറ്റാൻ മാത്രമേ ആവുകയുള്ളൂ. ഇപ്പൊ ചിലര് പറയും, ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്, അത് മതി, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈശ്വരന്റെ മോക്ഷം എനിക്ക് ഉറപ്പാണ്. അത് കിട്ടില്ല. ജ്ഞാനമില്ലാതെ ഒന്നും മോക്ഷം കിട്ടത്തില്ല. എന്തൊക്കെ തലകുത്തി നിന്നാലും ശരിയാണ്, നടക്കില്ല. ഇപ്പൊ പൂജ ചെയ്യുന്ന ഒരാൾ പറയാണ്, ഞാൻ പൂജ എന്തുമാത്രം പൂജ ചെയ്തു, ഇപ്പൊ ഏകാദശ രുദ്രാഭിഷേകം, ഞാൻ രുദ്രാഭിഷേകം ഇത്ര ചെയ്തു, ഇന്നത്ര ചെയ്തു, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാകത്തില്ല, അത് കർമ്മം മാത്രമാണ്. അത് മനസ്സിനെ ക്ലിയർ ചെയ്യും, മനസ്സിലെ മറ്റെല്ലാം മാറ്റും, ഏകാഗ്രത തരും, മനസ്സിൽ വിശാലത തരും, എല്ലാം തരും. പക്ഷെ അവസാനത്തെ ജ്ഞാനം വരണമെങ്കിൽ, മോക്ഷം ലഭിക്കണമെങ്കിൽ ജ്ഞാനം കിട്ടിയേ തീരൂ, ജ്ഞാനം കിട്ടണമെങ്കിൽ വിചാരം ചെയ്തേ തീരൂ എന്ന് ആചാര്യസ്വാമികൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞു. ഇപ്പോ എന്താണ് വിചാരം ചെയ്യൽ? വേദാന്തത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് വേദാന്ത വാക്യങ്ങളെ ഗുരു പറഞ്ഞു തരുന്നതനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കൽ. എപ്പോ? സാധനാചതുഷ്ടയം ചെയ്ത ശേഷം. സാധനാചതുഷ്ടയങ്ങൾക്ക് ശേഷം, അപ്പൊ സാധന മാത്രം പോരാന്നർത്ഥം. സാധനാചതുഷ്ടയങ്ങൾ അനുഷ്ഠിച്ച ശേഷം വിചാരം ചെയ്യണം വേദാന്തത്തെ, വേദാന്ത വാക്യങ്ങളെ. 4 മഹാവാക്യങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തതാണ്, 4 മഹാവാക്യങ്ങൾ. അപ്പൊ അത് ഗുരു പറഞ്ഞു തരുമ്പോ ആണ് ആ മഹാവാക്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അവസാനം എല്ലാം മനസ്സിലാവും. എന്താ മനസ്സിലാവും? ഞാൻ തന്നെ ഈശ്വരൻ, ഈശ്വരൻ തന്നെ ഞാൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഞാൻ തന്നെ എന്ന് ഇപ്പോ മനസ്സിലാക്കൽ വെറുതെ ഓറലായിട്ടൊരു മനസ്സിലാക്കലാണ് ഇപ്പൊ നമുക്കുള്ളത്. അത് പോരാ. അതിനെ സ്വയം ഉള്ളില് തിരിച്ചറിഞ്ഞ്, പുറത്ത് ബാഹ്യമായിട്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ അതിനെ ശരിക്കറിയണം. ബാഹ്യമായിട്ട് അറിയണ്ട, മറ്റുള്ളവരോട് പറയാനോ പിടിക്കാനോ വേണ്ടിയിട്ടല്ല. ബാഹ്യമായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടൊരു കാര്യമില്ല. ഉള്ളിൽ അറിയണം, ഞാൻ ആരാണ് എന്ന് ഉള്ളിൽ അറിയണം. അപ്പോ അതിന് വേദാന്തത്തിന് വേറെ പകരം വെക്കാനായിട്ട് വേറെ ഒന്നുമില്ല. വേദാന്തം മാത്രമാണ് വിചാരം ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു
ഇൻസ്ട്രുമെന്റ്, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരേ ഒരു വസ്തു. അതേസമയം മനസ്സിലെ അശുദ്ധിയെ നീക്കാൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അവിടെ ചോയ്സ് ഉണ്ട്. ചിലർക്ക് പൂജ ചെയ്യാം, ചിലർക്ക് ദാനം ചെയ്യാം, ചിലർക്ക് സ്നാനം ചെയ്യാം, ചിലർക്ക് ധ്യാനം നടത്താം. ഇങ്ങനെ അതിന് ചോയ്സ് ഉണ്ട്. അതൊക്കെ മനസ്സിലെ അശുദ്ധിയെ, പലതരത്തിലുള്ള അശുദ്ധിയെ മാറ്റാൻ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലേ? പൂജകൾ തന്നെ പലതരം കർമ്മങ്ങളില്ലേ? പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ട്, പൂജകൾ എന്തെല്ലാം ഉണ്ട്, ഓരോരോ ആഗ്രഹസാധനത്തിന് ഇതിനൊക്കെ പല പല പൂജകളുണ്ട്. അപ്പൊ അതെന്താ? അവിടെ മനസ്സിലെ അശുദ്ധി എന്താണ്? ആഗ്രഹം എന്നുള്ള അശുദ്ധി, അതിനെ കളയുന്നു. ആഗ്രഹം സാധിപ്പിച്ച് കളയുന്നു. സാധിപ്പിച്ച് രണ്ടാമത് എനിക്ക് ആഗ്രഹം ഉണ്ടാകരുത്. ഒരാഗ്രഹം സാധിപ്പിക്കാൻ ഒരു പൂജ ചെയ്ത് ആഗ്രഹം സാധിച്ച് അവിടെ നിൽക്കണം. പക്ഷെ നമ്മുടെ മനസ്സല്ലേ വീണ്ടും ഭൂഗർഭത്തിലേക്ക്. അപ്പോൾ കർമ്മം കൊണ്ട് ഒരിക്കലും ഒരു എൻഡ് അവിടെ വരത്തില്ല. സാധിക്കും, പക്ഷെ അത് മനുഷ്യ മനസ്സിൽ ബുദ്ധിമുട്ടാണ്. അവിടെ വേറെ ചോയ്സ് ഉണ്ട്. പലതും ചെയ്ത് 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 പല രീതിയിൽ പോകാം. പക്ഷെ ഇവിടെ ഒരു ചോയ്സും ഇല്ല. ജ്ഞാനസമ്പാദനത്തിന് ചോയ്സ് വേറെ ഇല്ല. വിചാരം മാത്രം. പൂർണ്ണമായിട്ടും വേദാന്തത്തെ ആശ്രയിച്ച് ഗുരുവിൽ നിന്ന് ആ വേദാന്ത തത്വത്തെ കേട്ട് കേട്ട് ജീവിതത്തില് സാധനാചതുഷ്ടയങ്ങൾ അനുസരിച്ച് അതിനെ ഉറപ്പിച്ച് സ്വയം ഞാൻ ആര് എന്ന് കണ്ടുപിടിച്ച് അനുഭവിക്കുക. അതേ മാർഗമുള്ളൂ. അതിനാണ് അപരോക്ഷാനുഭൂതി. അങ്ങനെ പോകുന്ന മാർഗത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുന്നതാണ് അപരോക്ഷാനുഭൂതി. സാധനാചതുഷ്ടയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു, വിചാരം ചെയ്യാൻ തുടങ്ങുന്നു. അതൊക്കെ ആചാര്യസ്വാമികൾ വരിവരായിട്ട് പറഞ്ഞു തരാൻ പോകുന്നുണ്ടല്ലോ, ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഈ പുസ്തകം. അപരോക്ഷാനുഭൂതി വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിൽ നിന്ന് ഇപ്പോ നമ്മൾ ഇതിനെ മാത്രം ആശ്രയിക്കുക, വേദാന്തത്തെ മാത്രം ആശ്രയിക്കുക. അതിലൂടെയേ ജ്ഞാനം കിട്ടുള്ളൂ. ജ്ഞാനമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ജ്ഞാനമില്ലാതെ മോക്ഷമില്ല, വിചാരമില്ലാതെ ജ്ഞാനമില്ല. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ്. ഇനി അടുത്ത ശ്ലോകത്തിൽ വേദാന്തത്തിന്റെ സാരാംശത്തെ പറഞ്ഞു തരും. 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ, 12, 13, 14, 15, 16 ഇത്രയും ശ്ലോകങ്ങൾ വേദാന്ത സാരത്തെ നമുക്ക് ആദ്യം പറഞ്ഞു തരും. എന്നിട്ടാണ് അതിലേക്ക് കൂടുതലായിട്ട് ഇതിനകത്തുകൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ആചാര്യസ്വാമികൾ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് പോകും തോറും നമുക്കത് മനസ്സിലാക്കാനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം, ആചാര്യസ്വാമികളുടെ അനുഗ്രഹം തന്നെ വേണം. ഗുരുവില്ലാതെ ഇതൊന്നും നടക്കില്ല. ആ ഗുരുവിനെ നമുക്ക് ആചാര്യസ്വാമികൾ തന്നെയാണ് നമ്മുടെ ഗുരു. സാക്ഷാൽ ജഗദീശ്വരൻ ശ്രീപരമേശ്വരൻ അവതരിച്ച ആ ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ തന്നെയാണ് നമ്മുടെ ഗുരു. ആ ഗുരു നമ്മളെ കൈപിടിച്ച് നയിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഈ അപരോക്ഷ അനുഭൂതിയിൽ കൂടി നമുക്ക് ആത്മജ്ഞാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം.